അന്തംഗമ്മികളൊക്കെ ഭയങ്കര ആശ്വാസത്തിലിരിക്കുകയാണ്. ഇനി അയ്യപ്പന്റെ സ്വർണം ഇനി ഇല്ല. അയ്യപ്പന്റെ സ്വർണത്തെ കുറിച്ച് ഇനി ആരും മിണ്ടില്ല. എല്ലാരും ഇപ്പം കാത്തിരിക്കുന്ന എന്താണ്? രാഹുലിന്റെ ഗർഭം എങ്ങനെ പോയി, രാഹുൽ എങ്ങനെ ഗർഭം കലക്കി, ഇതൊക്കെയാണ് ഇപ്പൊ കേരളീയ സമൂഹം ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇവരുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ 9-ാം തീയതിയും 11-ാം തീയതിയും പോളിംഗ് ബൂത്തിൽ പോകുന്ന കേരളത്തിലെ ജനങ്ങള് അവരുടെ മനസ്സിൽ മുഴുവൻ ഈ ചോദ്യമാണ്, രാഹുൽ എങ്ങനെയാ ബലാത്സംഗം ചെയ്തത്? രാഹുൽ ബലാത്സംഗം ചെയ്തപ്പോ ആ പിൽസിന്റെ കാര്യം, പിൽസ് പിന്നെ എന്തിനു? പിൽസ് വെച്ചിട്ട് ആരെങ്കിലും ബലാത്സംഗം ചെയ്യോ? ബലാത്സംഗം ചെയ്യുന്ന സമയത്ത് പിൽസിന്റെ കാര്യം, പിൽസ് ആദ്യം തന്നെ പെൺകുട്ടി കഴിക്കുക, എന്നിട്ടാണോ ബലാത്സംഗം ചെയ്യുക? അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്ത് കഴിഞ്ഞിട്ടാണോ ഗർഭനിരോധന പിൽസ് കഴിക്കുക? ഇതൊക്കെ ആലോചിച്ചിട്ടാണ് ജനങ്ങള് വോട്ട് ചെയ്യാൻ പോവുക എന്നാണ് അന്തംഗമ്മികൾ കരുതുന്നത്. കാത്തിരുന്നോ കേട്ടോ, കാത്തിരുന്നോ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഏതായാലും ഇപ്പൊ കോൺഗ്രസ്സുകാര് വലിയ കുഴപ്പമില്ലാതെ കോൺഗ്രസ്സുകാർ ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട്. എം എം ഹസന്റെ ഒരു പ്രതികരണം കണ്ടു. നിയമ നടപടിക്ക് പാർട്ടിയോ രാഹുലോ തടസ്സം നിൽക്കില്ല, പരാതി നൽകാൻ 3 മാസത്തെ കാലതാമസം എന്തിനാണ്? അതാ ആ ഒരു പ്രസക്തമായ ചോദ്യമാണ് എം എം ഹസൻ ചോദിക്കുന്നത്. എന്തിന് പെൺകുട്ടി 3 മാസം കാത്തിരുന്നു? ബലാത്സംഗം ചെയ്തെങ്കിൽ അന്ന് തന്നെ പറയണ്ടേ? അല്ലെങ്കിൽ അതിന്റെ പിറ്റേന്ന് പറയണ്ടേ? അതല്ലെങ്കിൽ പിറ്റത്തെ ആഴ്ച എന്തെങ്കിലും പറയണ്ടേ? അതല്ലെങ്കിൽ പിറ്റത്തെ മാസം തന്നെങ്കിലും പറയണ്ടേ? ഇത് 4-5 മാസം കഴിഞ്ഞിട്ടാണോ അന്ന് തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറയാ? ഞാൻ വിവാഹിതയാണ് എന്ന് എനിക്ക് പറയണ്ടേ? 2024 കല്യാണം കഴിഞ്ഞതല്ലേ? 2024 കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീ ഗർഭിണിയായെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഭർത്താവിനല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് കൊടുക്കുക? ഇത്ര തമാശ നിറഞ്ഞ, ഇത്ര കോമഡിയുള്ള ഒരു ക്രൈം എന്റെ അനുഭവത്തിൽ ഇല്ല കേട്ടോ. നിങ്ങളുടെ അനുഭവത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിലൊക്കെ നമുക്ക് കേൾക്കാനൊരു എന്താ പറയാ, കേൾക്കുമ്പോൾ നമ്മള് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ, സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ഒരു ചെറിയ ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഉയരും കേട്ടോ. പക്ഷെ ഇതങ്ങനെ അല്ലാന്നേ. പ്രിയ സുഹൃത്തെ, എനിക്ക് നിന്നെ ഒരു കുഞ്ഞു വേണം. അയ്യോ ചേട്ടാ, ഞാൻ ഇന്നൊരു പിൽസ് കഴിച്ചോട്ടെ. വേണ്ട മോളെ, ഇന്ന് പിൽസ് കഴിക്കണ്ട. എന്നിട്ട് പറയുന്നത് ബലാത്സംഗാണെന്ന് പറയുന്നു. അവിടെയാണ് മനസ്സിലാക്കാത്തത്. പിന്നെ പറയുന്നു ഞാൻ ഗർഭിണിയാണ്. അപ്പം പറയുന്നു നമുക്ക് എന്തായാലും തലസിപ്പിക്കാം. പാവം രാഹുൽ മാങ്കൂട്ടത്തിന് അറിയില്ല ഈ സ്ത്രീക്ക് ഒരു ഭർത്താവുണ്ട് എന്ന്. എനിക്കറിയില്ലേ, നീ അറിയാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ പറ്റിച്ചതാണോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാത്ത രീതിയിൽ ബന്ധപ്പെട്ടതാണോ എന്നും നമുക്കറിയില്ല. പക്ഷെ ഇതൊക്കെ കേസ് എങ്ങനെ നിലനിൽക്കുക, അതെനിക്ക് മനസ്സിലാവാത്തുള്ളൂ. പ്രകാശ് പറയുന്നത് അതാണ്. ഇത് 100 അല്ല 101% ഉറപ്പാണ്. ഇത് സി പി എമ്മിന്റെ കളിയാണ് ഇതിന് പിന്നിൽ നിന്ന് വളരെ ആർജവത്തോടെ പറയുന്നു. അങ്ങനെ സുധാകരൻ പിന്നെ നേരത്തെ തന്നെ പറഞ്ഞു, ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇവൻ നമ്മളെ കുട്ടിയാണ്, കേറിവാട മക്കളെ എന്നാ പറഞ്ഞത്. ആരെ? നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തോട് ചേർത്ത് പിടിക്കുകയാണ്. ഇവന്റെ കൂടെ ഞാനും എന്ന് സുധാകരനാ പറയുന്നത് കേട്ടോ. അതിന്റെ അങ്ങപ്പുറത്ത് കോൺഗ്രസിൽ വേറെ ആരുമില്ല. മനസ്സിലാക്കണം നിങ്ങൾ. ഒരു രാഹുൽ ഗാന്ധിയും സുധാകരന്റെ മേലെയൊന്നുമല്ല. കാരണം കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കെ സുധാകരനാണ്. ഇത് ഏറെക്കുറെ വി ഡി സതീശനും അറിയാം. അതുകൊണ്ടാണ് വി ഡി സതീശ് അപ്പം മിണ്ടാതെ നടക്കുന്നത്. അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കുന്നു. ഇനിയും രാഹുൽ മാങ്കൂട്ടത്തെ കയറി ചവിട്ടാൻ പോയാൽ സ്വന്തം മൂട് പൊള്ളുന്ന കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അത് അറിയാത്ത കുറെ പുതിയ പെണ്ണുങ്ങളുണ്ടാവും. തിരുവനന്തപുരത്തെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ എന്തോ ഒരു സെക്രട്ടറി, അവരാണ് മറ്റേ ACC-ക്കൊക്കെ പരാതി കൊടുത്തത്. ഇപ്പം തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞിട്ട്. വി ഡി സതീശ അതിനൊക്കെ ഒന്ന് നിർത്താൻ പറ. ആദ്യം തന്നെ ഈ പ്രചാരണമൊക്കെ ഒന്ന് ചൂട് പിടിപ്പിക്കാൻ പറ. എങ്ങനെയെങ്കിലും ഈ 9-ാം തീയതി 11-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പില് നിങ്ങളുടെ ജീവൻ മരണ പോരാട്ടമാണ്. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ജീവൻ മരണ പോരാട്ടമാണ് വി ഡി സതീശ. അത് മറക്കരുത്. കെ മുരളീധര, അത് മറക്കരുത്. ഒരു കോൺഗ്രസ്സുകാരനും അത് മറക്കരുത്. അതാവട്ടെ നിങ്ങളുടെ ലക്ഷ്യം. രാഹുലിനൊന്നും ചെയ്യാൻ പോകുന്നില്ല. രാഹുലിനെ മൂക്കിൽ വലിച്ചു കയറ്റാൻ പോകുന്നില്ലടോ. ഇവിടെ പിണറായി വിചാരിച്ചാലും ഈ പറയുന്ന വിവാഹിത വിചാരിച്ചാലും, അതിജീവിതയല്ല വിവാഹിത വിചാരിച്ചാലും രാഹുൽ മാങ്കൂട്ടത്തെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. കാരണം രാഹുൽ മാങ്കൂട്ടം ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് തന്റെ ഇടത്തോടെ രാഹുൽ മാങ്കൂട്ടൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പറഞ്ഞു. നീതിന്യായ നിയമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, സത്യമേവ ജയതേ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടമാണ് കേട്ടോ. ഇന്നലെ ഉമ്മൻചാണ്ടിയെങ്കിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടം ചരിത്രം ആവർത്തിക്കുകയാണ്. ചരിത്രത്തിൽ നിന്ന് ഇവരൊന്നും പഠിക്കുന്നില്ലല്ലോ എന്നുള്ളത് മാത്രമാണ് സങ്കടം കേട്ടോ. CPM എന്ന് പറയുന്ന അധമക്കൂട്ടം ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുന്നില്ല. ചരിത്രത്തിൽ ഉമ്മൻചാണ്ടിയുടെ കഥയൊക്കെ നമുക്കറിയാം. സരിതയെ ഏത് രീതിയിലായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ പ്രയോഗിച്ചതെന്ന്, അല്ലെ? എന്തൊക്കെ രീതിയിൽ ഏതൊക്കെ പ്രാകൃതമായ രീതിയിലായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ സരിതയെ കൊണ്ട് കളിപ്പിച്ചത്. ഏതാണ്ട് അതേപോലെ തന്നെയാണ്
ഇപ്പോൾ ഈ സ്ത്രീയെ കൊണ്ട്, വിവാഹിതയായ സ്ത്രീയെ കൊണ്ട്, ഇനി അതിജീവിത എന്ന് പറയേണ്ട, വിവാഹിത, അതിജീവിതയല്ല വിവാഹിത, ഈ വിവാഹിതയായ സ്ത്രീയാണ് രാഹുൽ മാങ്കൂട്ടത്തെ ചതിച്ചത്. എന്നിട്ട് ഇപ്പം കൊടുത്തിരിക്കുന്ന പരാതിയിൽ പറയുന്ന വകുപ്പുകൾ എന്തൊക്കെയാണ്? ഈ കേസെടുത്ത വകുപ്പുകൾ, ഒന്ന് അധികാര സ്ഥാനം ഉപയോഗിച്ച് ബലാത്സംഗം ചെയ്യുക. നമ്മൾ ഇന്നേ വരെ കേൾക്കാത്ത രീതിയിലുള്ള ഈ ബലാത്സംഗം. കാരണം അവർക്കറിയാം ബലാത്സംഗ കഥ പറഞ്ഞാലേ കോടതിയിൽ ഇത് നിലനിൽക്കുകയുള്ളൂ, കോടതിയിൽ ഇത് നിലനിൽക്കുകയുള്ളൂ. അതല്ലാതെ ഉഭയസമ്മതപ്രകാരമായിരുന്നു ഞങ്ങളുടെ ഈ പ്രണയലീലകളെന്ന്, ഉഭയസമ്മതപ്രകാരമായിരുന്നു ഞങ്ങൾ കിടക്ക പങ്കിട്ടതെന്ന്, ഉഭയസമ്മതപ്രകാരമായിരുന്നു ഞങ്ങൾ പിൽസ് കഴിച്ച് രതിക്രീഡകളിൽ ആറാടിയത് എന്ന് കോടതിയിൽ പറഞ്ഞാൽ കോടതി എടുത്തെറിയും. അതുകൊണ്ട് ഇല്ലാത്തൊരു കഥ, ബലാത്സംഗ കഥയുണ്ടാക്കി കേട്ടോ. അങ്ങനെയാണ് ബലാത്സംഗം. പിന്നെന്താണ്? ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും ബലാത്സംഗം ചെയ്യുക. അതിനൊന്നും കൂടി കടുപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും, ഗർഭം എവിടുന്നുണ്ടായത്? 2024 മാർച്ചില് കല്യാണം കഴിഞ്ഞൊരു പെണ്ണ്, അത് കഴിഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തോടു കൂടി പിൽസ് കഴിച്ച് അവിഹിതത്തിലേർപ്പെട്ട പെണ്ണ് ഗർഭിണിയാകുമ്പോൾ അതിന്റെ ഉത്തരവാദി ആരാണ്? രാഹുൽ മാങ്കൂട്ടമാണോ അതോ കല്യാണം കഴിച്ച ഭർത്താവാണോ? അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ്. നമുക്കറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മാത്രമേ ഗർഭം ധരിക്കുള്ളൂ. ഇനി ആ ഗർഭം ഉണ്ടോ ഇല്ലേ നമുക്കറിയില്ല. അപ്പൊ പറയുന്നത് ഗർഭിണിയാണെന്നറിഞ്ഞിട്ടും ബലാത്സംഗം ചെയ്തു. തുടർച്ചയായ ബലാത്സംഗം. എന്താണ് ചെയ്യുക? തുടർച്ചയായ ബലാത്സംഗം. അതാ ആദ്യം കേൾക്കട്ടോ. തുടർച്ചയായി ഇങ്ങനെ ബലാത്സംഗം, അയ്യോ ചേട്ടാ ബലാത്സംഗം ചെയ്യൂ ചേട്ടാ, ഈ എന്താണ് പിൽസ് ഉണ്ടല്ലോ. പറയാൻ വിഷമുണ്ട്. ഇതൊന്നും ഇങ്ങനെ തമാശയാക്കേണ്ട കാര്യമില്ല. എനിക്കറിയാം, എനിക്ക് നന്നായിട്ട് അറിയാം ഇതൊന്നും തമാശയാക്കേണ്ട കാര്യമില്ല. പക്ഷേ അതിനേക്കാൾ വലിയ തമാശയാണ്, അതിനേക്കാൾ വലിയ തട്ടിപ്പാണ് ഈ തട്ടിപ്പുകാരി ഇവിടെ കൊണ്ട് നടത്തിയതെന്ന് നമുക്ക് ടെലിവിഷൻ ചാനലുകൾ കാണുന്ന, പത്രം വായിക്കുന്ന, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ കടന്നു പോകുന്ന ഏതൊരാൾക്ക് മനസ്സിലാകും. ആൾക്കാരൊക്കെ അത്ഭുതപ്പെടുകയാണ്. ഓ, ബലാത്സംഗോ ഒരാഴ്ച മുമ്പ് ഒരു IPS ഉദ്യോഗസ്ഥ ഈ പരാതിക്കാരിയെ ചെന്ന് കാണുകയും അവരെ നിർബന്ധിപ്പിച്ചിട്ടാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ തിരക്കഥയാണ് കേട്ടോ. വളരെ കൃത്യമായ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് ഈ പരാതിക്കാരിയെ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, ഈ 3 മാസങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ ഈ ശബ്ദരേഖ പുറത്തു വരുന്നു, ആദ്യത്തെ ഈ പറയുന്ന വാട്സപ്പ് ചാറ്റുകളൊക്കെ പുറത്തു വരുന്നു. അപ്പോഴാണ്, അതിന്റെ തൊട്ടു മുമ്പാണ് നമ്മുടെ റിനി ആൻ ജോർജ് എന്ന് പറയുന്ന സിനിമാ നടി ഉണ്ടല്ലോ. ഏത് സിനിമാ നടി എന്ന് നമുക്കൊന്നും അറിയില്ല, ഏത് സിനിമയിലാണ് അഭിനയിച്ചത് എന്നൊന്നും അറിയില്ല. ഏതായാലും റിനി ആൻ ജോർജ് എന്ന് പത്രപ്രവർത്തകയാണത്രേ. അപ്പൊ അങ്ങനെ പ്രശസ്ത പത്രപ്രവർത്തക, അങ്ങനെ നമുക്ക് പറയാം കേട്ടോ. പ്രശസ്ത ബഹുമാന്യ പത്രപ്രവർത്തക റിനി ആൻ ജോർജ്, പ്രശസ്ത പ്രമുഖ സിനിമാ നടി റിനി ആൻ ജോർജ്, ഇവര് കഴിഞ്ഞ സെക്കൻഡ് TV ചർച്ചകളുടെ താരമാണ് റിനി ആൻ ജോർജ്. പറയുന്നത് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം നിരവധി സ്ത്രീകൾക്കാണത്രേ കുഞ്ഞു വേണം, എനിക്കൊരു കുഞ്ഞു വാവ വേണം എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടം ഈ ലോകത്തിലെ മുഴുവൻ സ്ത്രീകളോടും പറഞ്ഞു എന്നാണ് റിനി ആൻ ജോർജ് ഇന്നലെ ഒരു TV ചർച്ചയിൽ, എനിക്കൊന്ന് മാതൃഭൂമി ചാനലിന്റെ ആ TV ചർച്ചയിൽ വന്നിരുന്നു കണ്ട് റിനി ആൻ ജോർജ് പറയുകയാണ്. അപ്പൊ രാഹുൽ ഈശ്വർ ചോദിക്കുന്നുണ്ട്, എന്ത് തെളിവ്? ഓ, എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ റിനി ആൻ ജോർജിന്റെ കൂട്ടുകാരികൾ മുഴുവൻ പറയാണ്, ഈ രാഹുൽ മാങ്കൂട്ടം ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞു വേണം. പറയുന്നതിനൊരു ലോജിക് ഒക്കെ വേണ്ട. അത്യാവശ്യം ആൾക്കാർക്ക് കേട്ടങ്ങനെ ചിരിക്കാൻ പാടുണ്ടോ? അപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്നത്, റിനി ആൻ ജോർജ് പണ്ട് ഇങ്ങനെ പരാതി ഉന്നയിച്ചല്ലോ. അതായത് രാഹുൽ മാങ്കൂട്ടം, ഞാനും അങ്ങോട്ട് ചാറ്റ് ചെയ്യാറുണ്ട്, രാഹുൽ മാങ്കൂട്ടം ഇങ്ങോട്ടും ചാറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ആ ചാറ്റുകൾ എന്തോ ഒരു സുഖമില്ലായ്മ കണ്ടു, അശ്ലീല ചാറ്റുകളാക്കി. പിന്നെ എന്നെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, ശാരീരികമായി ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അങ്ങനെ കുറെ ആൾക്കാർക്ക് ഉപദ്രവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യത്തെ വെടിപൊട്ടിക്കുന്നത് റിനി ആൻ ജോർജ് ആണ് കേട്ടോ. ആ റിനി ആൻ ജോർജ് അന്ന് അങ്ങനെ ഒരുപാട് നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ, അന്ന് എന്തൊക്കെയാണ് അവന്തിക എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാൻസ് വുമൺ, പിന്നെ വേറെ ഒരു ഹണി റോസ് അല്ല, വേറൊരു എഴുത്തുകാരി, ഹണി ഭാസ്കർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി. അങ്ങനെയുള്ള 3-4 സ്ത്രീകളൊക്കെയാണ് രംഗത്ത് വന്ന് രാഹുൽ മാങ്കൂട്ടം ഭയങ്കര സ്ത്രീ പീഡകനാണ് എന്നൊക്കെ പറയുന്ന അവസാനം ഈ സർക്കാർ ഇതിനൊരു അന്വേഷണ ടീമിനെ പ്രഖ്യാപിക്കുന്നു. പക്ഷെ ഒരാൾ പോലും പരാതിയുമായി രംഗത്തെത്തിയില്ല. ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ, അന്ന്, അതായത് ഈ അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ചിട്ട് ഇപ്പൊ 3 മാസമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിക്കാരിയും രംഗത്ത് വന്നില്ല. പരാതിക്കാരുണ്ടോ എന്ന് ഈ അന്വേഷണ സംഘം നാട് നീളെ നടക്കുന്നത് നമ്മൾ കണ്ടു അല്ലേ. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം, ഒന്നില്ലെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഒരു അന്വേഷണ സംഘത്തിന് രൂപീകരിക്കുക, എന്നിട്ട് അന്വേഷണ സംഘം നാട് നീളെ നടക്കുക, പരാതിക്കാരുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നാട് നീളെ നടക്കുക. ഒരു പരാതിക്കാരിയും വന്നില്ല. ഞാൻ ചോദിക്കട്ടെ, അന്ന് ഈ പരാതിക്കാരി എവിടെയായിരുന്നു? ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്ന ഈ പരാതിക്കാരി അന്ന് എവിടെയായിരുന്നു?
കാരണം ഇവർ കാത്തിരിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പിന് 10 ദിവസം. തിരഞ്ഞെടുപ്പിന് 10 ദിവസം വളരെ കൃത്യമായ ടൈം ഷെഡ്യൂൾ അനുസരിച്ച് CPM-ന്റെ നിർദ്ദേശപ്രകാരം ഈ സ്ത്രീ പരാതിക്കാരി ഇര എന്ന് വിളിക്കുന്ന സ്ത്രീ ഇങ്ങനെ കടന്നു വരികയാണ്. അവസാനമാണ് പൊളിഞ്ഞു പോയത് എങ്ങനെയാന്ന് വെച്ചാൽ ഭയങ്കര പരാതിക്കാരി അതിജീവിത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണീരൊഴുക്കുകയായിരുന്നു. അപ്പോഴാണ് പറയുന്നത് ഈ കഴിഞ്ഞ മാർച്ചില് 2024 മാർച്ചില് ഇതിന്റെ കല്യാണം കഴിഞ്ഞതാണ്. കല്യാണം കഴിഞ്ഞ ഈ സ്ത്രീയാണ് രാഹുൽ മാങ്കൂട്ടത്തെ വഞ്ചിച്ചത്, പ്രണയം നടിച്ച് വരുത്തിയത്, താൻ ഗർഭിണിയാണ് എന്ന് പറഞ്ഞത്. ആരാണ് ചതിച്ചത്? ആരാണ് ചതിക്കപ്പെട്ടത്? കേസ് വരട്ടെ. കോടതിയിൽ വരുമ്പോൾ ഇതൊക്കെ പൊളിയും. എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തെ തിരഞ്ഞു നടക്കുകയാണ് നമ്മുടെ പിണറായിയുടെ പോലീസ് കേട്ടോ. എത്രയും പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തെ പിടികൂടണം, രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യണം, രാഹുൽ മാങ്കൂട്ടത്തെ തൂക്കിലേറ്റണം. എന്നാൽ മാത്രമേ അയ്യപ്പന്റെ സ്വർണം കട്ട വാർത്തകൾ തമസ്കരിക്കാൻ കഴിയൂ. ഇപ്പം ചാനലുകൾ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പൈശാചിക കുറ്റകൃത്യങ്ങളെ കുറിച്ച് ലോകത്ത് തന്നെ ഈ രീതിയിൽ ഒരു ക്രിമിനൽ ഇല്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ റിപ്പോർട്ടർ ടിവിയിലെ ഡോക്ടർ അരുൺ ഉണ്ടല്ലോ, അരുൺ കുമാർ പറയാണ് ലോകത്ത് ഈ രീതിയിലുള്ള ഒരു സ്ത്രീ പീഡനം, ഇത്രയും ക്രൂരമായ ഒരു സ്ത്രീ പീഡനം നടന്നിട്ടില്ല എന്ന് പറയുന്നു കേട്ടോ. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ട് ഉടനെ എന്ത് ചെയ്യണം? തൂക്കിലേറ്റണം. CPM-കാർ മാത്രമല്ല, CPM-കാർക്ക് കൊള്ളിലൂത്ത് നടത്തുന്ന റിപ്പോർട്ടർ TV, ന്യൂസ് മലയാളം തുടങ്ങിയ നിരവധി ചാനലുകളും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നിരവധിയായ ചാനലുകളും നിരവധിയായ മറ്റ് മാധ്യമങ്ങളും കൂട്ടത്ത് കുറെ കോൺഗ്രസ്സുകാരും. അതാണ് ഏറ്റവും വലിയ തമാശ കേട്ടോ. കൂട്ടത്തിൽ കുറെ ഒറ്റുകാരായ കോൺഗ്രസ്സുകാരും ഇവരൊക്കെ കൂടി ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു എന്നൊക്കെ പറയുന്നത്. രാഹുൽ രാജ്യം വിട്ടുപോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയും. ഈ ജയിൽ ചാടിയ ഗോവിന്ദസ്വാമിയെ പിടിക്കാൻ ഇത്രയും പേര് ഇത്രയും ഒരു ആവേശം കാണിച്ചിട്ടില്ല കേട്ടോ. നമുക്കറിയാലോ, കണ്ണൂരിൽ നിന്ന് ജയിൽ ചാടിയ ഗോവിന്ദസ്വാമിയെ പിടികൂടാൻ ഇത്രയേറെ ഒരു സന്നാഹം ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഗോവിന്ദസ്വാമിയേക്കാൾ ഭീകരനാണ് രാഹുൽ മാങ്കൂട്ടം എന്നുള്ള രീതിയിലാണ് ഇവരൊക്കെ നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതായത്, ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയത് 10 വർഷം മുതൽ ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണെന്നാണ് വിവിധ ചാനലുകളൊക്കെ പറയുന്നത് കേട്ടോ. അതായത് 10 വർഷം മുതൽ ജീവപര്യന്തം ശിക്ഷ വരെ. തൂക്കിക്കൊല എന്നതിൽ പറയുന്നില്ല കേട്ടോ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സൗജന്യം കൊടുത്തിട്ടുണ്ട്. ജീവപര്യന്തം വരെ തടവ് ശിക്ഷ കിട്ടുകത്രേ ഈ ചുമത്തിയ കുറ്റങ്ങളൊക്കെ. ഒന്നാമത്തെ കുറ്റം ബലാത്സംഗം ചെയ്തു. രണ്ടാമത്തത് ഗർഭിണിയാണ് എന്ന് അറിഞ്ഞിട്ടും ബലാത്സംഗം ചെയ്യുക. രണ്ടാമത്തെ ബലാത്സംഗമാണ്. അതായത് ഗർഭിണിയാണ് എന്ന് അറിഞ്ഞിട്ടും ബലാത്സംഗം ചെയ്യുക. പിന്നെ മൂന്നാമത്തതാണ് നിർബന്ധിത ഭ്രൂണഹത്യ. മൂന്നാമത്തെ സംഭവം നിർബന്ധിത ഭ്രൂണഹത്യ. പിന്നെ കഠിനമായ ദേഹോപദ്രവം. നാലാമത്തതാണ് കഠിനമായ ദേഹോപദ്രവം. പിന്നീട് അതിക്രമം. അഞ്ചാമത്തത് അതിക്രമം. അപ്പൊ അഞ്ച് കുറ്റകൃത്യങ്ങളാണ് അഞ്ച് വകുപ്പുകളാണ് ചുമത്തിയത് കേട്ടോ. യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി ഇന്നലെ വൈകിട്ടാണ് യുവതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തി പരാതികളും തെളിവുകളും കൈമാറി. ഇത് അങ്ങനെ പോകുന്നു. അതായത് റിപ്പോർട്ടർ TV ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പുറത്തുവിട്ട ശബ്ദരേഖയും വാട്സാപ്പ് ചാറ്റുകളും, അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ന്യൂസ് മലയാളം പുറത്തുവിട്ട മറ്റൊരു ശബ്ദരേഖയും കുറച്ച് വാട്സാപ്പ് ചാറ്റുകളും, ഇതൊക്കെ മിക്കവാറും നിങ്ങളൊക്കെ കേട്ടതും വായിച്ചതും ഒക്കെയാണ് കേട്ടോ. ഇതിൽ എവിടെയെങ്കിലും ബലാത്സംഗം പറഞ്ഞിരുന്നോ? ഇതിലെവിടെയെങ്കിലും ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ സ്ത്രീ, ഇപ്പൊ സ്ത്രീ പെൺകുട്ടി എന്നല്ല പറയുന്നത്, വീട്ടമ്മ എന്ന് വേണം പറയാൻ. കാരണം ഇത് പെൺകുട്ടിയും യുവതിയൊന്നുമല്ല, ഇത് വിവാഹിതയാണ്. ഏറ്റവും പുതിയ രാഹുൽ ഈശ്വറിന്റെ രാഹുൽ ഈശ്വറിന്റെ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ രാഹുൽ ഈശ്വർ പറയുന്നു, ഞാൻ ആ പയ്യനുമായി സംസാരിച്ചു എന്നാ പറയുന്നത്. ഏത് പയ്യെന്നറിയോ? അതായത് ഈ പരാതിക്കാരി എന്ന് പറയുന്ന പരാതിക്കാരി വഞ്ചിച്ച ഈ ഒരു കഥയിലെ യഥാർത്ഥ ഇര എന്ന് പറയുന്നത് പരാതിക്കാരിയല്ല, പരാതിക്കാരിയുടെ ഭർത്താവ്. ഒരു ഭർത്താവ് ഉണ്ടായിട്ടാണ് ഈ സ്ത്രീയുടെ അഴിഞ്ഞാട്ടം കേട്ടോ. അത് മനസ്സിലാക്കണം. വിവാഹിതയായ സ്ത്രീ കഴിഞ്ഞ മാർച്ചിൽ 2024 മാർച്ചിൽ കല്യാണം കഴിഞ്ഞ സ്ത്രീയാണ് കേട്ടോ.
രാഹുൽ മാങ്കൂട്ടത്തെ വളച്ച്, രാഹുൽ മാങ്കൂട്ടത്തെ പറ്റിച്ച്, രാഹുൽ മാങ്കൂട്ടത്തെ വഞ്ചിച്ച് ഈ വിധം ഗർഭിണിയാണ്, മറ്റെന്തൊക്കെയാ പറയാ, ഗർഭഛിദ്രം, അനധികൃത ഗർഭഛിദ്രം, ഈ ദേഹോപദ്രവം എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഈ മുതലുണ്ടല്ലോ. 2024 മാർച്ചിൽ കല്യാണം കഴിഞ്ഞതാണ്. വെറുതെ പറയുകയല്ല. രാഹുൽ ഈശ്വറിന്റെ പുതിയ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കണം. പുതിയ ആ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. നമ്മൾ ഞെട്ടിപ്പോകും. എന്ന് പറഞ്ഞാൽ രാഹുൽ ഈശ്വർ പറയുന്നു, ഞാൻ ആ ചെറുപ്പക്കാരുമായി സംസാരിച്ചു എന്നിട്ട് പറയാണ്, അതായത് ആ ചെറുപ്പക്കാരനെ ഈ സ്ത്രീ പറ്റിച്ചു, രാഹുൽ മാങ്കൂട്ടത്തെ വഞ്ചിച്ചു, എന്നിട്ട് കള്ളക്കേസിൽ കൊടുക്കുകയാണ്. നോക്കണം. എന്നിട്ട് പറയുന്നത് അതിജീവിത എന്നാ പറയുന്നത്. യഥാർത്ഥത്തിൽ അതിജീവിത. കഴിഞ്ഞ ദിവസം തന്നെ ദീപ ജോസഫ് പറഞ്ഞിരുന്നു, ഇത് അതിജീവിതയൊന്നല്ല, ഇരയുമല്ല, ഇത് യഥാർത്ഥത്തിൽ ഫ്രോഡാണ്, ഹണി ട്രാപ്പാണ്. മനഃപൂർവ്വം രാഹുൽ മാങ്കൂട്ടത്തെ മനഃപൂർവ്വം ഈ കെണിയിൽപ്പെടുത്തിയതാണ് എന്ന് ദീപ ജോസഫ് പറഞ്ഞിരുന്നു. ഇതാ കഴിഞ്ഞ കുറച്ചു മുമ്പ് നമ്മുടെ അടൂർ പ്രകാശുമായിട്ട് മാധ്യമപ്രവർത്തകർ സംസാരിച്ചിരുന്നു. അടൂർ പ്രകാശ് പറയുന്നു, ഇത് CPM-ന്റെ കെണിയാണ്. CPM എന്താ പറയാ ഉണ്ടാക്കിയ ഒരു ഇരയാണ്. CPM ആണ് ഈ ഇരയെ ഉണ്ടാക്കിയത്. വളരെ വ്യക്തല്ലേ? പരാതി കൊടുത്തത് എവിടെയാണ്? പരാതി കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നിട്ട് പരാതി കൊടുക്കും. നിങ്ങൾ എവിടെയും കേൾക്കുന്നു. സാധാരണ രീതിയിൽ പീഡനത്തിനെതിരായ സ്ത്രീകൾ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസല്ലേ ചെല്ലുക? മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണോ ചെല്ലുക പരാതി കൊടുക്കാൻ? ഇവിടെ പോലീസ് സ്റ്റേഷനുകളൊന്നുമില്ലേ? പോലീസ് സ്റ്റേഷനിലെ പരാതി കൊടുക്കേണ്ടത്, അതല്ലാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണോ എല്ലാവരും പോയി പരാതി കൊടുക്കേണ്ടത്? ഇനി അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഇനി മുതൽ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും അടച്ചോട്ടെ എന്ന്. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളൊക്കെ അടയ്ക്കട്ടെ. വേണ്ട, എല്ലാവരും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി പരാതി കൊടുക്കുക. അങ്ങനെയാണോ? എന്താ പറയാ, നേരത്തെ പുറത്തു വന്ന ചാറ്റുകളും നേരത്തെ പുറത്തു വന്ന ഈ ടെലിഫോൺ സംഭാഷണങ്ങളും ഒക്കെ കോടതിയിൽ കൊടുത്താൽ നിലനിൽക്കില്ല എന്നറിയാം. ഒരു കേസും എടുക്കാൻ പറ്റില്ല. രാഹുലിനെതിരെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് കെട്ടിച്ചമച്ച പരാതികൾ. അതാണ് ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ. എന്തൊക്കെയാണ്? അധികാരസ്ഥാനം ഉപയോഗിച്ച് ബലാത്സംഗം ചെയ്യുക. കഴിഞ്ഞ 3 മാസമായിട്ട് ഈ പറയുന്ന ഒരു ഈ ശബ്ദരേഖയിലും ഒരു ചാറ്റിലും ഇങ്ങനെ ഒരു ബലാത്സംഗ കഥയേ ഇല്ലായിരുന്നു കേട്ടോ. എന്താ പറയുന്നത്? എനിക്ക് നിന്നോട് സ്നേഹമാണ്, എന്റെ പ്രിയ സുഹൃത്തെ, എനിക്ക് ഒരു കുഞ്ഞു വേണം. അപ്പൊ പറയുന്നു, ഞാൻ പിൽസ് കഴിച്ചോട്ടെ. അയ്യോ മോളെ, പിൽസ് കഴിക്കല്ല. ഇതിനാണോ ബലാത്സംഗം എന്ന് പറയാ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോയി കിടന്ന ഭർത്താവിനെ അറിയിപ്പിക്കാതെ ഒളിച്ച് രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പം കട്ടിലിൽ കയറി കിടന്ന അവിഹിത വേഴ്ച നടത്തിയ ഈ പറയുന്ന പിൽസ് എന്റെ കയ്യിലുണ്ടല്ലോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, പിൽസ് കഴിച്ചാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് അവസാനം രാഹുൽ മാങ്കൂട്ടം പറയുന്നത്, എനിക്ക് പിൽസ് വേണം, നീ പിൽസ് കഴിക്കരുത്, എനിക്ക് കുഞ്ഞു വേണം എന്നൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ പാവം രാഹുൽ മാങ്കൂട്ടം ഒരുപക്ഷെ അറിഞ്ഞിരിക്കില്ല കല്യാണം കഴിച്ച കാര്യം അറിഞ്ഞിരിക്കില്ല. അപ്പൊ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന വിവരം പോലും കാമുകനിൽ നിന്ന് മറച്ചു വെച്ച ആരെയൊക്കെയാണ് ഈ സ്ത്രീ പറ്റിച്ചത്? സ്വന്തം ഭർത്താവിനെ, അല്ലെ, സ്വന്തം താലി ചാർത്തിയ ഭർത്താവിനെ ആദ്യം വഞ്ചിച്ചു, പിന്നീട് കാമുകനെ വഞ്ചിച്ചു. അവസാനം ഇതാ പിണറായിക്ക് ജയിക്കാൻ, CPM-ന് ജയിക്കാൻ വേണ്ടിയിട്ട് കള്ള കഥയുണ്ടാക്കുന്നു കേട്ടോ.